2019 में केरला में बीजेपी को लेकर जो आशा जगी थी वो 2024 में विश्वास में बदलती नजर आ रही है। 2019 में केरला ने बीजेपी एनडीए को डबल डिजिट में वोट दिया था। 2024 में केरला डबल डिजिट में सीट देने का मन बना रहा है। നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ബിജെപി പ്രവർത്തകർക്ക് ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം. ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ കേരള പദയാത്രാ സമാപനത്തിൽ പങ്കെടുത്ത മോദി 400 സീറ്റ് നേടി വീണ്ടും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം ആവർത്തിച്ചു. 400 സീറ്റിൽ കേരളവും ഭാഗമാകുമെന്നും സീറ്റുകളുടെ എണ്ണം 2 അക്കം കടക്കുമെന്ന പ്രതീക്ഷയും മോദി പങ്കുവച്ചു. മോദിയുടേത് അതിമോഹമോ? പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമെന്ത്? പരിശോധിക്കാം. സ്വാഗതം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ബിജെപിയെ പ്രതിനിധീകരിച്ച്, ശ്രീ എ സമ്പത്ത് സിപിഎം പ്രതിനിധി, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ് പ്രതിനിധി എന്നിവർ ചർച്ചയിൽ. ആദ്യം ശ്രീ എ സമ്പത്ത്, പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനം വരാനിരിക്കെ വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിൽ വരുന്നു. 2 മാസത്തിനിടെ അദ്ദേഹത്തിന്റെ 3ാമത് സന്ദർശനമാണ്. ഇതിപ്പോൾ ഭരണസിരാകേന്ദ്രത്തിന് തൊട്ടടുത്താണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. പ്രവർത്തകർക്ക് വലിയ ആവേശമായി, പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ടൊക്കെ വലിയ രീതിയിൽ ഇന്നത്തെ പരിപാടി ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ബിജെപി ഇത്തവണ കളം പിടിക്കുമോ? ശ്രീ എ സമ്പത്ത്, കേൾക്കാമോ? ശ്രീ സമ്പത്ത്, കേൾക്കാമോ? അദ്ദേഹത്തിലേക്ക് വരാം. എന്തായാലും പ്രധാനമന്ത്രി 2 മാസത്തിനിടെ നടത്തുന്ന 3ാമത് സന്ദർശനമാണ് കേരളത്തിലേക്ക്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ കേരള പദയാത്രയുടെ സമാപനത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രി അവിടെ എത്തിയത്. 2019 കേരളം ബിജെപിക്ക് നൽകിയ ഇരട്ടയക്ക വോട്ട് ശതമാനം 2024 തെരഞ്ഞെടുപ്പിൽ ഇരട്ടയക്ക സീറ്റുകളായി മാറുമെന്ന പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത്. കേരളത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ യാതൊരു കുറവും കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടില്ല. സംസ്ഥാനത്തിന്റെ പിന്തുണ ഇല്ലാതിരുന്നിട്ടും വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്ര പദ്ധതികളൊക്കെ കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം, യാതൊരു കുറവും അതിന് വരുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ബിജെപി പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ടുകൂടി ഇന്നത്തെ പരിപാടി വളരെയധികം ശ്രദ്ധേയമായി. വലിയ ആവേശം അണികൾക്ക് നൽകിയാണ് പ്രധാനമന്ത്രി ഇന്ന് അവിടെ നിന്ന് മടങ്ങിയത്. ശ്രീ എ സമ്പത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സമ്പത്ത്, വലിയ ആവേശം പ്രവർത്തകർക്ക് നൽകി പ്രധാനമന്ത്രി മടങ്ങുന്നു. ഇരട്ടയക്കം കടക്കും സീറ്റുകളുടെ എണ്ണം എന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? ബിജെപി ഇത്തവണ കളം പിടിക്കുമോ? നമ്മുടെ ലോക്സഭയിലേക്ക് നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇന്ത്യയിൽ എവിടെയായാലും അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അങ്ങനെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി കൊണ്ടെത്തിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും തലപ്പത്തുള്ളത് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും ലഭിക്കുന്നതായിട്ടുള്ള ഏത് സംസ്ഥാനത്തായിരുന്നാലും അത് സർക്കാരിൻ്റേതായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സ്വീകരണങ്ങളായാലും മാധ്യമങ്ങളിൽ നാം നൽകുന്നതായിട്ടുള്ള സ്പേസ് ആയാലും, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ ഈ ചർച്ച പോലും ഈ വിധത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടം നമ്മൾ ചൂടുപിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. LDFന്റെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി UDFന്റെയും NDA മുന്നണിയുടെയും എല്ലാം സ്ഥാനാർത്ഥികളെല്ലാം കളത്തിൽ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നാം അറിഞ്ഞതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള നിങ്ങളുടെ എല്ലാം മാധ്യമപ്രവർത്തകരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു കൃത്യമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വീറും വാശിയും ചൂടും എരിവും പുളിയുമെല്ലാം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുന്നേ
ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ മാത്രം ആരംഭിക്കുന്നതായ ഒരു കാര്യമല്ല. അതിനെല്ലാം തന്നെ മുമ്പ് തെരഞ്ഞെടുപ്പ് തന്നെ വരാനിരിക്കുന്നു എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ റാങ്ക് ആൻഡ് ഫയലിനെ ആ വിധത്തിൽ വെൽ ഓയിൽഡ് മിഷണറിയായി അതിൻ്റെ ആ ഒരു എക്സർസൈസിലേക്ക് തയ്യാറാക്കി എത്തിക്കുന്ന കാര്യങ്ങളിലുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ജനകീയ വിഷയങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും വോട്ട് രേഖപ്പെടുത്തുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിൽ രാജ്യത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ആ വിഷയങ്ങൾ നമ്മുടെ ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് അവരുടെ ജീവനും ജീവിതവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ജോലി, കൂലി എന്നുള്ളത്, വേതനം എന്നുള്ളത്, തൻ്റെ ജീവൻ, തൻ്റെ ജീവിതം, തൻ്റെ കിടപ്പാടം, തൻ്റെ ഭൂമി, തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം, തൻ്റെ ഇണയുടെയും തൻ്റെ ബന്ധുമിത്രാദികളുടെയും എല്ലാം സംരക്ഷണം, താൻ ഉൾപ്പെടെയുള്ളവരുടെ സാമൂഹ്യ സുരക്ഷ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജീവമായ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നത് എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ ആ വിധത്തിൽ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് അത് പൊതുയോഗങ്ങളിലായാലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലായാലും നമ്മുടെ ഇതുപോലുള്ള വേദികളിലായാലും കുടുംബയോഗങ്ങളിലായാലും എന്തിന് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചർച്ചകളിൽ മാത്രമല്ല, ഒരു മനുഷ്യന്റെ മനസ്സിൽ തന്നെ അത്തരത്തിലുള്ള സ്വയം ചില ചിന്തകൾ അത്തരത്തിൽ അങ്കുരിക്കുന്നതിനെല്ലാം കാരണം ഇത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് വേള തന്നെയാണ് എന്നുള്ളത്. നമ്മളെല്ലാവരും തുല്യരാകുന്നത് ഒരു സമയത്ത് മാത്രമാണ്. ഇന്ത്യയിൽ എല്ലാ മനുഷ്യരും തുല്യരാകുന്നത് ഒരു സമയത്ത് മാത്രമാണ്. പ്രായപൂർത്തി വോട്ടവകാശവും നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുമുള്ള എല്ലാവരും വോട്ട് രേഖപ്പെടുത്താനായി മുമ്പ് ബാലറ്റ് കയ്യിൽ കിട്ടുമ്പോൾ, ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ എല്ലാവരും തുല്യരാകുന്നത് ആ പൊളിറ്റിക്കൽ റൈറ്റ് എന്നുള്ളത്, രാഷ്ട്രീയ അവകാശം നാം വിനിയോഗിക്കുമ്പോൾ മാത്രമാണ്. മറ്റൊരിക്കലും ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് തന്നെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്നാണ് എങ്കിൽ പോലും രാഷ്ട്രീയമായോ സാമൂഹികമായോ സാമ്പത്തികമായോ ഇത്തരത്തിലൊരു തുല്യത എന്നുള്ളത് ആദ്യം മുതലുമില്ല, ഇപ്പോഴുമില്ല എന്നുള്ളത്. ആ തുല്യതയിലേക്കുള്ള ഒരു പ്രയാണത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ അത് ഫലവത്തായ ഒരു ഉപകരണമായി സാധാരണക്കാർക്ക് മാറട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇക്കാര്യത്തിൽ BJP അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളത് ശരിയാണ്. ആ ആഗ്രഹങ്ങൾ പങ്കുവച്ചോട്ടെ, അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് വെച്ചു പുലർത്താം, എന്റെ ആഗ്രഹങ്ങൾ എനിക്ക് വെച്ചു പുലർത്താം, UDFന്റെ അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് വെച്ചു പുലർത്താം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ മറ്റ് പ്രതിനിധികൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. BJP പ്രതിനിധി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ദിവസങ്ങൾക്കകം ഉണ്ടാകാനിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും അണികളെ ആവേശത്തിലാക്കുക, അവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്നതിന് ആവേശത്തോടെ നിലനിർത്തുക തുടങ്ങിയ കർത്തവ്യം അദ്ദേഹത്തിന് നിറവേറ്റേണ്ടതുണ്ട്. അതിനാണോ മോദി 20 സീറ്റ് എന്ന അല്പം കടന്ന പ്രതീക്ഷ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? രണ്ടക്കം എന്ന് പറഞ്ഞാൽ അത് 20 സീറ്റാണോ? അല്ല, രണ്ടക്കം എന്ന പ്രതീക്ഷ. സോറി, രണ്ടക്കം എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അത് രണ്ടക്കം എന്നുള്ളത് അപ്പോൾ മോദിജിയല്ല, നിങ്ങളാണ് അതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നത്. അത് പോട്ടെ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെതായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. ഇപ്പോൾ ഭാരതം മുഴുവനും അലയൊടിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന മോദി ഗ്യാരണ്ടിയുടെ തരംഗം, ആ തരംഗം രാഷ്ട്രീയത്തിൽ പ്രവചിക്കാനൊന്നും സാധിക്കില്ല. രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഞങ്ങൾ ഒരു എഡ്ജിലാണ് നിൽക്കുന്നത്. ആ എഡ്ജ് മറികടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ ഭരണം BJP നേടുക എന്നുള്ളതാണ്. ആ എഡ്ജ് മറികടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, സത്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം CPMനെ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ സമ്പത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുമല്ലോ, CPMനെ കമ്പയർ ചെയ്യുമ്പോൾ ആ CPMനേക്കാൾ ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഭരണമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളോ ഞങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് ഒരു പാൻ കേരള ലീഡേഴ്സായിട്ട് ഞങ്ങളുടെ പല ആളുകളും വളർന്നിട്ടില്ല. പക്ഷെ എന്നാലും ഒരു സംഘടനാ സംവിധാനം വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നു. ഇതുവരെ കാലങ്ങളായിട്ട് ഒന്നും നേടിയിട്ടില്ല. കാലങ്ങളായിട്ട് കയ്യിൽ നിന്ന് പണം കൊടുത്ത് ചെലവാക്കി ഈ പ്രസ്ഥാനം വിജയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ഒരു പാർട്ടിയാണ്, സമ്പത്തുള്ള ഒരു പാർട്ടിയാണ്
ഭാരതീയ ജനതാ പാർട്ടി. അവരുടെ മനസ്സിൽ ഒരൊറ്റ സങ്കല്പമേ ഉള്ളൂ, BJP കേരളത്തിൽ അധികാരത്തിൽ വരണം, BJP കേരളത്തിൽ ജയിക്കണം. അതിനുവേണ്ടി അവരുടെ ജീവൻ വരെ അവർ ബലിയർപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ചത് ഈ കേരളത്തിലാണ്. പ്രസ്ഥാനത്തിൻ്റെ പേരിൽ എതിരാളികളായിട്ടുള്ള അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന, ഞങ്ങൾക്ക് ശത്രുപക്ഷം എന്നൊരു കൺസെപ്റ്റ് ഇല്ലെങ്കിൽ പോലും ഓപ്പോസിഷനായിട്ട് ഞങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആയുധത്തിൻ്റെ മുന്നിൽ ജീവൻ സമർപ്പിച്ച ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള നാടാണ് ഈ കേരളം. അപ്പോൾ ആ കേരളം ഇന്നല്ലെങ്കിൽ നാളെ പിടിച്ചെടുക്കുക എന്നത് ഞങ്ങളുടെ കേന്ദ്ര നേതാക്കന്മാരുടെയും തീർച്ചയായും ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരു ആഗ്രഹം, ആശ BJP പ്രവർത്തകർക്കുണ്ട്, നേതാക്കൾക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കാനുള്ള ഉത്തരവാദിത്വവുമുണ്ട്. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യവുമായി എങ്ങനെ ഇത് പൊരുത്തപ്പെട്ടു പോകും എന്ന് നോക്കാമല്ലോ. ആകെ 20 സീറ്റാണുള്ളത്. 2 അക്കം എന്ന് പറയുമ്പോൾ അതിന്റെ നേർപകുതി വേണം. അതിനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടോ എന്നതാണല്ലോ ചോദ്യം. അവിടെയാണ് അക്കൗണ്ട് പോലും ഇതുവരെ തുറക്കാൻ കഴിയാത്ത BJP 2 അക്കം എന്ന് പ്രധാനമന്ത്രി പറയുന്നത് സാധാരണ ഭാഷയിൽ ചോദിച്ചാൽ അല്പം തള്ളാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത്. അല്ല, അത് ഈ തള്ളു കേട്ട് പരിചയപ്പെട്ട നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇതൊക്കെ തള്ളാവും. 2 അക്കം ഇല്ലാതിരുന്ന കാലഘട്ടത്തിലല്ലേ, സീറ്റ് പോലും ഉണ്ടാവാതിരുന്ന കാലഘട്ടത്തിലല്ലേ ഞങ്ങൾ UP ഞങ്ങൾ മുഴുവൻ സീറ്റും പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് വളർന്നത്. തീരെ എന്താ പറയുക, കേവലം 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസംഗം തള്ളാണ് എന്നാണ് പറഞ്ഞിരുന്നത്. സമ്പത്തിനൊക്കെ അറിയുമോ അത്? അന്ന് ഇന്ത്യൻ പാർലമെന്റിൽ 2 സീറ്റ് മാത്രമേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം സീറ്റും രാജീവ് ഗാന്ധിയും അതിനുശേഷം വന്ന ആളുകളും എല്ലാം ബഹുഭൂരിപക്ഷം സീറ്റും നേടിക്കഴിഞ്ഞപ്പോൾ, ഇപ്പൊ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം തന്നെ പറയാം, ആ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റ് നേടിയത് കോൺഗ്രസ് അല്ലേ. BJPക്ക് 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പാർലമെന്റിൽ. അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ നേതാവ്, BJP നേതാവായിട്ടുള്ള ആരാധ്യനായ അടൽ ബിഹാരി വാജ്പേയിയുടെ മനോഹരമായ പ്രസംഗം യൂട്യൂബിൽ നിങ്ങൾ അടിച്ചാൽ മതി, അത് തള്ളായിരുന്നില്ല. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്ന് 2 പേര് ഞങ്ങൾ ഇവിടെ, നിങ്ങൾ ബഹുഭൂരിപക്ഷം അവിടെ. പക്ഷെ ഞങ്ങൾ ബഹുഭൂരിപക്ഷം അവിടെയും, നിങ്ങൾ ഇതേപോലെ ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളും വരുന്ന ഒരു കാലം വരും. ആ കാലത്ത് ആ കാലത്തും കിഴക്ക് സൂര്യൻ ഉദിക്കും, ആ സൂര്യന്റെ കിരണങ്ങളേറ്റ് താമര വിരിയും എന്ന് പറഞ്ഞപ്പോ തള്ളാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ആ തള്ളൽ കേട്ടിട്ട് ഇത് തള്ളാണ് എന്ന് പറഞ്ഞ് ഇത് തള്ളു കേട്ടിട്ട് ചിരിച്ച ആളുകളുണ്ട്, ചിരിക്കാൻ വന്ന ആളുകളുണ്ട്. പക്ഷെ ഇന്നത് യാഥാർത്ഥ്യമായില്ലേ? മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ, നരേന്ദ്രമോദിയോട് നന്ദി രേഖപ്പെടുത്താനുള്ള ആളുകൾ ഈ നാട്ടിലുണ്ടെങ്കിൽ, ഞാൻ ഉറച്ചു പറയുന്നു 2 അക്കത്തിലേക്ക് വരും. കാരണം ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിൽ എന്താ ചെയ്തതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താ ചെയ്ത അഴിമതിയല്ലാതെ ഇവരെന്താ ചെയ്തത്? ഇപ്പോ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിൽ, ഇപ്പോൾ 2019 ശേഷമുള്ള 2024 വരെയുള്ള കാലഘട്ടത്തിലെ 5 വർഷം, അതിനു മുമ്പ് 2014 തൊട്ട് 2019 വരെ ഉണ്ടായിരുന്ന 5 വർഷം, അപ്പൊ കേവലം 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ ഈ കേരളത്തിൽ എന്തൊക്കെ കിട്ടി? കേരളത്തിലെ എത്ര ജനങ്ങൾക്ക് ഏതൊക്കെ അർത്ഥതലങ്ങളിലുള്ള സഹായം ലഭിച്ചു? കണക്കുകൾ ഓരോന്നോരോന്നെടുക്കാം നമുക്ക്. ആ ഓരോ കണക്കുകൾ എടുക്കുമ്പോൾ ഗുണഭോക്താക്കളുടെ, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എടുത്താൽ 2 അക്കമല്ല അതിന്റെ മുകളിലേക്ക് വരും. ജനങ്ങൾക്ക് നന്ദിയുണ്ടോ ഇല്ലയോ ജനങ്ങൾ നന്ദിയുള്ളവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേന്ദ്ര സർക്കാർ 10 വർഷമായി കേന്ദ്രം ഭരിക്കുന്നു. അപ്പോൾ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ജനങ്ങളോട് വോട്ട് ചോദിക്കാം, അവരുടെ അംഗീകാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ഇന്ന് നേരിട്ട് അവിടെ പ്രധാനമന്ത്രി എത്തുന്ന ആ പരിപാടി റിപ്പോർട്ട് ചെയ്തതാണ്. പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കളെ ഇന്ന് അവിടെ കാണാൻ പറ്റി. താങ്കളെ മാത്രം കാണാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത് 5 സീറ്റാണ്, ഏറ്റവും കൂടിയാൽ 5 സീറ്റ് എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അവിടെയാണ് പ്രധാനമന്ത്രി വന്ന് 2 അക്കം എന്ന ഒരു പ്രതീക്ഷ, അതിന്റെ നേരിരട്ടി വരുന്ന ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നത്. അപ്പോൾ കേരള നേതാക്കൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണോ, അതോ കേരളത്തിലെ സാഹചര്യങ്ങളിൽ അദ്ദേഹം സ്വയം തെറ്റിദ്ധരിക്കുന്നതാണോ? എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ നേതാക്കൾ പോലും, കേരളത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന നേതാക്കൾ പോലും 5 സീറ്റിന്റെ പ്രതീക്ഷയാണ് പറയുന്നത്.
അല്ല, നിങ്ങൾ ഈ 2 അക്കവും 5 അക്കവും 2 അക്കവും 5 സീറ്റും ഒക്കെ മാറ്റി വെക്കുന്നത് എന്നെ കണ്ടില്ല. ഞാൻ ഡൽഹിയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മാറ്റി വെക്കാൻ അല്ല, ഞാൻ അതൊക്കെ മാറ്റി വെക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്താണോ പറഞ്ഞത് അതിൽ എന്നെ ഊന്നി നിൽക്കുകയാണ്. അതിൽ ഊന്നി നിൽക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എഡ്ജിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BJP നിൽക്കുന്നത് ഒരു എഡ്ജിലാണ്. ഇപ്പോൾ BJP ജയിക്കുമെന്ന് പറയുമ്പോൾ സമ്പത്ത് ചിരിക്കൂ, അല്ലെങ്കിൽ എൻ്റെ കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ, കാരണം അവർ ചിരിക്കണോ? അവർ ചിരിച്ചുകൊണ്ട് തോക്കും പറയണോ? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ജയിക്കും ഞങ്ങൾ പറയണോ? നല്ല രാഷ്ട്രീയം. ഇപ്പൊ സമ്പത്ത് ഞാൻ പറയാണ്, ഇത് ജയിക്കുന്ന പറഞ്ഞ ഉടനെ സമ്പത്ത് ആ ജയിക്കാൻ സാഹചര്യം ഉണ്ടെന്ന് സമ്പത്ത് പറഞ്ഞപ്പോൾ സമ്പത്തിന്റെ പൊളിറ്റിക്സ് പോയില്ലേ? അപ്പോ സമ്പത്ത് ചിരിക്കും, സമ്പത്ത് ഇതൊക്കെ നടക്കില്ല എന്ന് പറയും. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ആർക്കും BJPയോട് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ പറയും ഇത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചാണോ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ അതിലേക്കൊന്നുമല്ല. നിങ്ങൾ ഈ 2ന്റെ കാര്യവും 5ന്റെ കാര്യമൊക്കെ മാറ്റിവെക്കുക. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ വാക്കിൽ ഞാൻ പറയും, കേരളത്തിലെ അതാണല്ലോ അദ്ദേഹത്തിന്റെ ഊന്നൽ. എന്താ? കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അഴിമതിയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അഴിമതിയുടെ ഭരണം വേണോ, സദ്ഭരണം വേണോ? അതാണ് ചോദ്യം. ഈ നാട്ടിലെ ജനങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങൾ നന്ദിയുള്ളവരാണ്. ആ നന്ദി, മോദി ഗ്യാരണ്ടിയോടുള്ള നന്ദി, അതവർ പ്രകടിപ്പിച്ചാൽ യാതൊരു സംശയവുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സദ്ഭരണമാണ് വേണമെങ്കിൽ, 10 വർഷമായിട്ട് അഴിമതിയില്ലാതെ ഭരിക്കുന്ന സദ്ഭരണമാണ് വേണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർ വോട്ട് ചെയ്യും. ജനങ്ങൾ പണ്ടത്തെ ഈ എന്തു വന്നാലും ഞാൻ മാറില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും, എന്തു വന്നാലും ഞാൻ മാറില്ല, ഞാൻ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ എന്ന കാലമൊക്കെ മാറി. എന്റെ കുട്ടിയെ, അതിന്റെ കാലമൊക്കെ മാറി. അത് മനസ്സിലാക്കണ രേണു. അതൊക്കെ ആ കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുക. പണ്ട് BJP വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയ്യോ മുസ്ലിങ്ങളെ മുഴുവനും തല്ലി ഓടിക്കും, മുസ്ലിങ്ങളെ ഇല്ലാതാക്കും. ഇന്നും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ BJPക്കുണ്ടാവുന്ന സ്വാധീനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് 100 കണക്കിന് ആളുകളാണ് ഇന്ന് BJPയിൽ മലപ്പുറത്ത് ജോയിൻ ചെയ്യുന്നത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രഗത്ഭനായ പ്രാസംഗികൻ, CPMന്റെ കൂടെ പോയ ആള്, അവര് വരെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ കാണാനുള്ളത്. ക്രൈസ്തവ മത മേലധ്യക്ഷന്മാര് അവര് പരിപൂർണമായും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി എത്തി, അവരുടെ പ്രതീക്ഷകൾ എന്ത് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ BJPയുടെ പ്രചരണം തുടങ്ങിയിരിക്കുകയാണ് അവർ. ഇന്ന് LDFന്റെ കാൻഡിഡേറ്റുകൾ, അത് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞതാണ്, ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് VD സതീശൻ പറയുന്നു ഞങ്ങൾ നാളെ അതിലേക്കൊക്കെ കടക്കും, ആലോചന ഒക്കെ നടക്കുന്നു എന്ന കാര്യമാണ്. നിങ്ങൾക്ക് സിറ്റിംഗ് സീറ്റായിരുന്നു, സിറ്റിംഗ് MP-മാർ മത്സരിക്കാനുള്ള തീരുമാനം നിങ്ങൾ നേരത്തെ എടുത്തിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ മുമ്പേ തന്നെ ഈ രീതിയിൽ പ്രചരണ രംഗത്തേക്കൊക്കെ ഇറങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളത് വെച്ച് താമസിപ്പിക്കുന്നു. നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി അത് ജനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സാധ്യത ഇല്ലാതാക്കുകയാണ്. രേണു, അങ്ങനെ അതിനെ കാണണ്ട. ഇപ്പം LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ അത്ഭുതമൊന്നും കാണാനില്ലല്ലോ. കഴിഞ്ഞ വട്ടവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും LDFന്റെ സ്ഥാനാർത്ഥികളെ ആദ്യമേ അവർ പ്രഖ്യാപിച്ചതാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ, 19 സീറ്റും UDF തൂത്തുവാരി. ആലപ്പുഴയിൽ സീറ്റ് നിസ്സാര വോട്ടിനാണ് കോൺഗ്രസ് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് പ്രത്യേക ഒരു മേൽക്കൈ കിട്ടുമെന്ന് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുജനങ്ങളും 2 ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടു. അവിടെ നിങ്ങളുടെ സമീപനം അതായിരുന്നില്ല. ഇടപെടുകയാണെന്ന് തോന്നരുത്. 2 ഉപതെരഞ്ഞെടുപ്പുകൾ കണ്ടു, അവിടെ നിങ്ങളുടെ സമീപനം അതായിരുന്നില്ല. ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏറ്റവും മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പോലും വലിയ നേട്ടമായി അവകാശപ്പെടുക പോലും ചെയ്തു പ്രതിപക്ഷ നേതാവ്. അല്ല, അതിൽ നിങ്ങൾ ഇടപെട്ടതിൽ ഞാനൊന്നും പറയുന്നില്ല. അത് 2 ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിനെ നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ള വാസ്തവമാണ്. അതിൻ്റെ മെറിറ്റ് ഞങ്ങൾ അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇതിലിപ്പോൾ LDF അവരുടെ അവകാശപ്പെട്ടോട്ടെ, നമുക്കൊരു പരാതിയില്ല. അവർ നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ട് അവർക്ക് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞോട്ടെ, നമുക്ക് പ്രശ്നമില്ല. നാട്ടുകാരല്ലേ തീരുമാനിക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണം, ആര് ജയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന
ഭരണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ജനവികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. ഇപ്പോൾ BJPയുടെ പ്രതിനിധി തന്നെ അഴിമതി ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് അഴിമതി ഇല്ലാതാക്കി എന്ന് പറയുന്നതിൽ ഒരു പരിധി വരെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്ന അഴിമതികൾ ഇല്ലാതായി എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അഴിമതിക്കാരെന്ന് പറഞ്ഞ് BJP സമരം ചെയ്തുകൊണ്ടിരുന്ന, BJP എതിർത്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് BJPയുടെ കൂടെയാണ്. അവർക്കെതിരെയുള്ള കേസുകളൊക്കെ നിർത്തിവെച്ചു. അവരൊക്കെ ഇപ്പോൾ അഴിമതിക്കാരല്ലാതെയായി. അവരെയൊക്കെ വെള്ളപൂശി ഇവർ കൂട്ടപ്പിടിച്ചു. ഇപ്പോൾ അഴിമതി ഇല്ല എന്ന് പറയുന്ന BJPയുടെ പ്രതിനിധി തന്നെ CAG റിപ്പോർട്ട്, കൽക്കരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെടെ നിരവധി CAG റിപ്പോർട്ടുകൾ ഇനി പാർലമെന്റ് സമ്മേളനം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പാർലമെന്റിന് മേശപ്പുറത്ത് വെക്കണ്ട എന്ന് തീരുമാനിച്ചൊരു സർക്കാരിന്റെ പ്രതിനിധിയാണ് താങ്കൾ. ആ ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ടിലേക്ക് വരുന്ന ഫണ്ട് എവിടെ നിന്നാണോ എങ്ങനെയാണോ ചെലവഴിക്കുന്നത് എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ടോ ഒന്നുമില്ല. ആർക്കാണ് ഈ പണം ചെലവഴിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി ഒരു നടപടി എടുക്കുന്നത് വരെ നിർബാധം തുടർന്നു. അപ്പോൾ അഴിമതി ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ അഴിമതിയായിട്ട് മാറിയിരിക്കുക. BJPക്ക് മാത്രം മുഴുവൻ അഴിമതിയും ഒന്നിച്ച് അവരൊരു സ്ഥാപനവൽക്കരിച്ച് BJP നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിലേക്ക് മാറുന്നു. ഞാൻ ആ വിഷയം അവിടെ നിർത്തുക. പക്ഷേ അഴിമതിക്കെതിരെ നിങ്ങൾ സംസാരിച്ച് കേരളത്തിലെ ആളുകൾക്ക് അരി പോലും കൊടുക്കാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തിയിരിക്കുക. കേരളത്തിലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് അടക്കം FCI ഗോഡൌണിൽ നിന്ന് കൊട്ടേഷൻ സ്വീകരിച്ചുകൊണ്ട് അരി കൊടുക്കുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഏതാനും സ്വകാര്യ ആളുകൾക്ക് കൊടുത്തുകൊണ്ട് BJP ആഗ്രഹിക്കുന്ന രീതിയിൽ അരി വിതരണം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. കേരളത്തിലെ ആളുകളുടെ അരി പോലും നിഷേധിക്കുന്ന രീതിയിലേക്ക് തീരുമാനമെടുക്കുന്ന ഒരു സർക്കാർ, എന്നിട്ട് നിങ്ങൾ ഭാരത് റൈസ് എന്ന് പറഞ്ഞ് ബ്രാൻഡ് നെയിം ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ നടക്കുന്ന ഒരു സർക്കാരാണ് അതിൻ്റെ പ്രതിനിധി, പാർട്ടിയുടെ പ്രതിനിധി ആവേശത്തോടെ പറയുകയാണ് BJP ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ 2 അക്കം കടക്കുമെന്ന്. പക്ഷേ ഞാൻ അല്പം മുമ്പ് കണ്ടത് PC ജോർജ് എന്ന് പറഞ്ഞ BJPയുടെ നേതാവ്, ഇപ്പോൾ അദ്ദേഹം BJPയുടെ നേതാവാണല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞത് 5 സീറ്റിൽ കൂടുതൽ വരില്ല, അതിനപ്പുറത്ത് പറയാനായിട്ടുള്ള ആളുകളൊക്കെ മണ്ടന്മാരാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ ഒരു ധാരണയില്ല എത്ര സീറ്റ് കിട്ടുമെന്ന്. ഇനിയിപ്പോൾ കേരളത്തിലെ നേതാക്കന്മാർ പാഞ്ച് എന്ന് പറഞ്ഞത് മോദിജിക്ക് അത് വേറെ ആയിട്ട് തോന്നിയതാണോ എന്നും അറിയില്ല നമുക്ക്. അപ്പോൾ അതിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ. പിന്നെ പാവപ്പെട്ടവർക്ക് കൊടുത്ത കാര്യത്തെക്കുറിച്ചിട്ട്, പാവപ്പെട്ടവർക്ക് ഇവിടെ തൊഴിൽ കിട്ടിയില്ല. തൊഴിലില്ലായ്മയിൽ ഈ രാജ്യം ഏറ്റവും വലിയ പടുകുഴിയിലേക്കാണ് പോകുന്നത്. 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് സാധാരണ കുടുംബങ്ങളുടെ അവരുടെ നിക്ഷേപം, അവരുടെ സ്വരുക്കൂട്ടി വയ്ക്കുന്ന അവരുടെ നിക്ഷേപം, ജീവിതത്തിൽ അവർക്ക് ബാക്കി ഉണ്ടാകുന്ന നിക്ഷേപം, അത് 47 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് പോവുക. ആളുകളുടെ കയ്യിൽ, അവരുടെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. കിട്ടുന്നത് അന്നു തന്നെ ചെലവഴിക്കപ്പെടുന്ന സാഹചര്യം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിരൂക്ഷമായിട്ടുള്ള ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിലക്കയറ്റമാണ്. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വിലക്കയറ്റം. ഇവിടെ ഓരോ ഗ്യാരണ്ടിയും, താങ്കൾ മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചിട്ട് അത് സംസാരിച്ചല്ലോ. മോദി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനു മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞ ഒരുപാട് ഗ്യാരണ്ടികളുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ 35 രൂപയ്ക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഗ്യാസ് 440 രൂപ ഗ്യാസ് UPA ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിരുന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത നേതാക്കന്മാരെ ഒന്നും വഴിയിൽ കാണാനില്ല. ഇന്ന് 1200 രൂപ കൊടുക്കണം ഒരു ഗാർഹിക സിലിണ്ടർ കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ നേട്ടം അവകാശപ്പെടുമ്പോൾ തന്നെ സാധാരണക്കാർ വീണ്ടും പട്ടിണിയുടെ പടുകുഴിയിലേക്ക് തള്ളപ്പെടുന്നു, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. എന്നിട്ടും നിങ്ങൾ യാതൊരു മടിയുമില്ലാതെ പറയാണ് മോദിജിയുടെ ഗ്യാരണ്ടി എന്ന്. മോദിജി ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അവഗണനയും പട്ടിണിയുമാണ് സംഭാവന ചെയ്തത്. അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി ആയിട്ട് കൊടുത്തത് അത് മാത്രമാണ്. ശരി, ഞാൻ മറ്റതിഥികളിലേക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. 5 ലക്ഷം വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ A സമ്പത്ത്, ഇവിടെ കോൺഗ്രസ്, UDFും LDFും തമ്മിൽ ആരാണ് BJPയെ കൂടുതൽ പ്രതിരോധിക്കുക, മോദിയെ ശക്തമായി എതിർക്കുക എന്ന ഒരു മത്സരം ഉണ്ടല്ലോ. അവിടെ നിങ്ങൾ ഡൽഹിയിൽ പോയി ജന്തർ മന്ദറിൽ നടത്തിയ സമരം, കേരളത്തിന്റെ അവകാശത്തിന് വേണ്ടി സാമ്പത്തികമായി കേരളത്തിനെ വരിഞ്ഞു മുറുക്കുന്നതിനെതിരെയൊക്കെ നടത്തിയ സമരം നിങ്ങൾ എടുത്തുകാട്ടുകയും ചെയ്തു. നിങ്ങൾ അവിടെ പോയി ചോദിച്ചതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ നിസ്സഹകരണം ഉണ്ടായിട്ടും കേരളത്തിന് വേണ്ടുന്നതൊക്കെ നൽകുന്നുണ്ട്, യാതൊരു വിവേചനവും ഇല്ലാതെ എന്ന് പ്രധാനമന്ത്രി പറയുന്നു. നൽകിയതൊക്കെ എണ്ണി പറഞ്ഞിരിക്കുന്നു. നോക്കൂ രേണുക, ഞാൻ ആ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം. രേണുകയുടെ അനുമതിയോടുകൂടി എൻ്റെ ബഹുമാന്യ സുഹൃത്ത് അഡ്വക്കേറ്റ് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തിരുത്ത്, ഒരു ഫാക്ച്വൽ എറർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഞാനൊന്ന് തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരില്ലെങ്കിൽ അതൊരു തെറ്റിദ്ധരിക്കുമെന്നുള്ളത് കൊണ്ട്
ഈ 1984 അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ദാരുണമായ വധത്തിന് ശേഷം ഉണ്ടായ ഒരു സ്ഥിതിവിശേഷമുണ്ടല്ലോ, രാജീവ് ഗാന്ധി അധികാരത്തിലേക്ക് വരുന്നത്. അന്ന് BJPക്ക് ലോക്സഭയിൽ 2 അംഗങ്ങളാണ് വിജയിച്ചത്. അന്ന് ആദരണീയനായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണുണ്ടായത്. അന്ന് BJPയുടെ ഒരു പാർലമെന്റ് അംഗം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അവിഭക്ത ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു, CJ റെഡ്ഡി ആയിരുന്നു. മറ്റൊരാളെന്ന BJPയുടെ MP ആയി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടയാൾ ഗുജറാത്തിൽ നിന്നുള്ള AK പട്ടേലായിരുന്നു. BJPയുടെ മറ്റ് നേതാക്കളെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. എൻ്റെ അറിവിൽ, എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ആ ലോക്സഭയിൽ അങ്ങനെ ശ്രീ വാജ്പേയി അങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. പുറത്ത് ചിലപ്പോൾ നമ്മൾ BJP നേതാക്കളോടോ പ്രവർത്തകരോടോ പ്രസംഗം നടത്തിയിട്ടുണ്ടാവാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഉള്ള സമ്പത്തൊരു കറക്ഷൻ പറഞ്ഞിട്ട് വെക്കോളൂ. ഓ ആയിക്കോട്ടെ. ഞാൻ ലോക്സഭയിലെ വാജ്പേയിയുടെ പ്രസംഗം എന്നല്ല പറഞ്ഞത്. ലോക്സഭയെക്കുറിച്ച് അന്ന് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടതിന് ശേഷമുള്ള ആ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രം നേടിയപ്പോൾ ലോക്സഭയെക്കുറിച്ചാണ് അടൽ ബിഹാരി വാജ്പേയി പ്രസംഗിച്ചത്. അന്ന് അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ള എല്ലാവരും പരാജയപ്പെട്ടു. പക്ഷെ അന്ന് 2 സീറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗം യൂട്യൂബിലുണ്ട്. അദ്ദേഹം ലോക്സഭയിൽ ജയിച്ചു വന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങ് തെറ്റ് കേട്ടതിന്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. ഞാൻ പറഞ്ഞത് ലോക്സഭയെ കുറിച്ച് പറഞ്ഞു എന്നാണ്. കറക്ഷൻ നിങ്ങൾ വന്നത് ഞാൻ കറക്റ്റ് ചെയ്തൊന്നു മാത്രം. അതെ, അത് അപ്പോൾ അതെ, ഞാൻ അദ്ദേഹത്തിന്റെ കറക്ഷനോട് അങ്ങനെയാണെങ്കിൽ വിയോജിക്കുന്നേയില്ല. അങ്ങനെ ശ്രീ വാജ്പേയി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രവചന സ്വഭാവത്തോടുകൂടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും സമ്മതിക്കുക. കാരണം എന്താ, രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാനായി കഴിയില്ല. ഒരു കുട്ടി ജനിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രവചിക്കാമെന്നുള്ളതും ഒരുപക്ഷെ ചിലപ്പോൾ മരണത്തെ സംബന്ധിച്ച് മുൻകൂട്ടി അവസാന നാളുകളിൽ പ്രവചിക്കാൻ കഴിയുമെന്നുള്ളതല്ലാതെ രാഷ്ട്രീയ അധികാരത്തെ സംബന്ധിച്ചൊന്നും ആർക്കും പ്രവചിക്കാനായി കഴിയില്ല എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രം, ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിലുള്ള ഗവൺമെന്റ്, ആ യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യയുടെ എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും അട്ടിമറിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ ഭരണഘടന തന്നെ ഉണ്ടാവുമെന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അഭിഭാഷകൻ തന്നെയാണല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. ഒരൊറ്റ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് തന്നെ വേണമെങ്കിൽ ഈ ഭരണഘടന ഇതോടുകൂടി റദ്ദാക്കപ്പെട്ടു, റിപ്പീൽഡ് എന്നുള്ള നിലയിലേക്ക് വേണമെങ്കിൽ വരാം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം തന്നെ അത്തരത്തിൽ ഇല്ലാതാവുകയും അത് 2ആയി കീറിമുറിക്കപ്പെട്ടപ്പോൾ പിന്നെ ജനങ്ങൾക്ക് നേരിട്ട് തെരഞ്ഞെടുക്കാനുള്ള അധികാരം പോലും ഇല്ലാതെ MLA-മാരും അത്തരം കാര്യങ്ങളില്ലല്ലോ. അങ്ങനെ ഒരു സംസ്ഥാനത്തെ അടക്കം മാറ്റിയതാണ്. നമ്മുടെ ഫെഡറൽ സത്തയുടെ കടക്കലാണല്ലോ കത്തിവെക്കുന്നത്. എല്ലാം ഇങ്ങനെ നൽകുന്നു എന്ന് പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോഴത്തേക്ക് മോദി ഗ്യാരണ്ടിയെ സംബന്ധിച്ചെല്ലാം പറയുന്നത്, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല, അങ്ങനെ ഒരു പരാമർശത്തിൻ്റെതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ 10 കൊല്ലത്തിന് മുമ്പ് ഈ 2014 മെയ് മാസത്തിൽ, കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പുള്ള BJPയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അന്ന് നമ്മൾ ഒന്ന് നോക്കൂ, നമ്മൾ ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്ക് 58.63 രൂപയായിരുന്നു, ഇന്ന് 84 രൂപയായി അല്ലേ? അപ്പോൾ ഇതിൽ തന്നെ ഒരു കാര്യം, ഇന്ത്യയിൽ നല്ലൊരു പങ്ക് ജനങ്ങൾ തന്നെ ഒരു ദിവസം അവരുടെ വരുമാനം $1 പോലും ഇല്ലാത്ത നിലയിലാണ് ഇന്ന് ജീവിക്കുന്നത്. 2, ഇന്ത്യയുടെ പൊതുക്കടം എന്നുള്ളത് അന്ന് BJP അധികാരത്തിൽ വരുമ്പോൾ അത് 55.8 ലക്ഷം കോടി രൂപയായിരുന്നത് ഇന്ന് 172.4 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു എന്ന് ഇത് BJP നേതാക്കളും ആ കാര്യത്തിൽ ഒരു തർക്കം പറയാൻ സാധ്യതയില്ല. ഒരു പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഗാർഹിക പാചക ഗ്യാസിന്റെ LPGയുടെ വില അന്ന് 410 രൂപയായിരുന്നു, ഇന്ന് 912 രൂപയ്ക്ക് അപ്പുറമായി. ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും എല്ലാം അതിന്റെ കേന്ദ്ര നികുതി എന്നുള്ളത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ടാക്സ് എന്നുള്ളത്, സെസ് എന്നുള്ളത് അത് വർദ്ധിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ഡീറെഗുലേഷൻ ഓഫ് ദ പ്രൈസസ് ഉണ്ടായി. ആദ്യം പെട്രോളിന്റെ വിലയിലെ ഡീറെഗുലേഷൻ അത് UPA ഗവൺമെന്റിന്റെ കാലത്ത് വന്നപ്പോൾ ഞങ്ങളോടൊപ്പം BJPയും എതിർത്തതാണ്. അന്ന് BJP നേതാക്കൾ പറഞ്ഞത് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ്, ആ കാര്യത്തിന്റെ റെക്കോർഡിൽ തന്നെ ഉള്ളതാണ്. വാട്ട് ദ കോംറേഡ്സ് ആർ സേയിങ്, ഇത്
ശരിയാണ് എന്നുള്ള നിലയിലേക്ക് അവരെടുത്തു. അത് അവർ അധികാരത്തിൽ വന്നപ്പോൾ ഡീസലിന്റെ വില നിയന്ത്രണം കൂടി എടുത്തു കളഞ്ഞു. തൊഴിലില്ലായ്മ നിരക്ക് 5.44 നിന്ന് 8.70 കൂടി. ശതകോടീശ്വരന്മാരുടെ എണ്ണം 63 നിന്ന് 259 വർദ്ധിച്ചു എന്നുള്ളത്. ഇവിടെ ഒരു കാര്യം എന്നുള്ളത് അഴിമതി, അതിന്റെ ഇലക്ടറൽ ബോണ്ടുകളെ സംബന്ധിച്ചുള്ള കാര്യം പരിശോധിച്ചാൽ അഴിമതി എങ്ങനെയാണ് അതിനെ നിയമപ്രാബല്യം നൽകി വ്യവസ്ഥാപിതമാക്കുന്നതിന് വേണ്ടി ഇവിടെ എന്തിന്റെ പേരുള്ള ഗ്യാരണ്ടിയാണ് നൽകുന്നത്? ശരി, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, മറ്റ് പാനലിസ്റ്റുകൾ പറഞ്ഞ കാര്യങ്ങളിൽ താങ്കൾക്ക് മറുപടി പറയാം. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി 2019 വോട്ട് ഷെയർ അത് ചൂണ്ടിക്കാട്ടിയാണ് 2 അക്കം എന്ന ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിങ്ങളുടെ വോട്ട് ഷെയർ കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും രേണുവിനുള്ള മറുപടി സമ്പത്ത് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും അത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. സമ്പത്ത് വളരെ കൃത്യമായി പറഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഏത് രീതിയിൽ വേണമെങ്കിലും പ്രവചനം, ഏത് രീതിയിൽ വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാം. അതാണ് ഞാൻ പറയുന്നതിനേക്കാൾ ആവർത്തിച്ച് ശ്രീ ഗോപാലകൃഷ്ണൻ തിരിച്ചുവരവും 3ാം ടേമും പറയുന്ന മോദിക്കുള്ള സന്ദേശമായും വായിച്ചൂടെ? അല്ലെ, ഞാൻ പറഞ്ഞത് ഇതൊക്കെ എങ്ങോട്ട് വേണേലും ആവാലോ എന്ന്. നിങ്ങൾ മോദി സന്ദേശം മാത്രമാക്കണ്ട. സമ്പത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. അത് തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ബാധകമല്ലേ? എല്ലാവർക്കും ബാധകമാണ്. മോദിയുടെ വരവിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അത് അങ്ങനെ വ്യാഖ്യാനിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം മോദിയുടെ വരവിനെ കുറിച്ചുള്ള വ്യാഖ്യാനം അല്ല അദ്ദേഹം നടത്തിയത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ്. അത് രേണുവിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ്. അത് സമ്പത്ത് തന്നെ ആ മറുപടി പറഞ്ഞതോട് കൂടിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം എൻ്റെ കോൺഗ്രസിൻ്റെ സുഹൃത്തുണ്ടല്ലോ ജിൻഡോ, അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ? അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ധാരാളം ആളുകൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്നു. അവരൊക്കെ അഴിമതിക്കാരായിരുന്നു. അവരൊക്കെ അഴിമതിക്കാരായതുകൊണ്ട് അവരൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ അവരുടെയൊക്കെ കേസില്ലാതായി. അല്ല, അത് സാരമില്ല, കേസില്ലാതായ നിങ്ങൾ ആ കേസൊക്കെ സുപ്രീം കോടതി കൊണ്ടുപോകും. എൻ്റെ ചോദ്യം ഇതാണ്, ഈ BJPയിലേക്ക് വരുമ്പോൾ അവർ അഴിമതിക്കാരാവുന്നില്ല, അതെന്തുകൊണ്ട്? ഞാൻ ചോദിക്കുന്ന ജിൻഡോയോട് ചോദിക്കുന്നത്, ഇന്നത്തെ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായിട്ടുള്ള കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു അഴിമതിയുടെ ആരോപണം ഉന്നയിക്കാൻ നിങ്ങളുടെ നേതാക്കന്മാർക്ക് കഴിഞ്ഞോ? നിങ്ങളുടെ നേതാക്കന്മാരത് കഴിയേണ്ട ആളുകളല്ലേ? കഴിഞ്ഞോ? ഇല്ലല്ലോ. അപ്പം പിന്നെ നമ്മൾ ചാനലിൽ വന്നിരുന്ന അത് പറയരുത്, അത് ശരിയല്ല. അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്താ? ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി വേണ്ടാന്ന് വിചാരിച്ചു. ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾ മേടിച്ചിരുന്നു, എല്ലാവരും മേടിച്ചിരുന്നു. ഞങ്ങൾ അഴിമതി ഇല്ലാതാക്കാനാണ് വാസ്തവത്തിൽ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. അപ്പോ ആ അഴിമതിയുടെ വിഷയത്തിൽ സുപ്രീം കോടതി വേറെ ചില കാര്യങ്ങൾ കണ്ടു, ശരിയായിരിക്കാം. അത് വേണ്ട. ഞാൻ ചോദിക്കുന്നത്, വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രി എന്ന് പറഞ്ഞു വന്നോട്ടെ, തീർന്നോട്ടെ കേട്ടോ, വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു ആരോപണമുണ്ടോ? ഇടപെട്ടോട്ടെ, എന്താണാവോ? ആ ഇടപെട്ടോളൂ, പറഞ്ഞോളൂ. ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങയുടെ എല്ലാ ബഹുമാനത്തോടും, ഇത് എന്റെ ലേണർ ബ്രദറാണ്, അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി മാത്രം ഒറ്റ സെക്കൻഡ്. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി CPIM ആണ് എന്ന് മാത്രമല്ല, ജസ്റ്റിസ് ഭൂഷന്റെ ആ വിധിന്യായത്തിൽ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കോടതി മുമ്പാകെ വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ഇലക്ട്രൽ ബോണ്ട് പണം വാങ്ങിയിട്ടില്ലാത്ത പാർട്ടി, അത് സുപ്രീം കോടതിയുടെ ശ്രീ ഗോപാലകൃഷ്ണൻ ഞാൻ ഇടപെട്ട് CPM വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അല്ല. ഞാൻ സമ്പത്തെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ആർക്കും, സമ്പത്തിന്റെ കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും മേടിക്കാം. നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് തരാൻ ആളില്ലാതെ പോകുന്ന ആരുടെ കുഴപ്പമാണ്? നിങ്ങൾ വാങ്ങാതിരിക്കുക മാത്രമല്ലല്ലോ, കേസിന് പോയ സാഹചര്യമുണ്ടല്ലോ. നമ്മുടെ ചർച്ച ചെയ്യുന്ന അതല്ല. ഞാൻ ഇവിടുത്തെ വോട്ട് ഷെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിലേക്ക് വരൂ, നമുക്ക് സമയം കുറവാണ്. ഞാൻ അതിലേക്ക് വരുന്നില്ല.
ശരി 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 ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് അഴിമതിയുടെ ആരോപണമില്ലാത്ത ഒരു സർക്കാരാണ് 10 വർഷമായിട്ട്. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഞാൻ അഭിമാനപൂർവ്വം പറയാം, സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി 10 വർഷം ഭാരതം ഭരിച്ചിട്ട് അഴിമതിയുടെ ആരോപണം ഉന്നയിക്കാൻ ഈ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷത്തിന് കഴിയാത്ത ഒരേ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഒരൊറ്റ മന്ത്രിമാർക്കെതിരെ ആരോപണമില്ല. അദ്ദേഹം പറഞ്ഞത് ധാരാളം ആളുകൾ വരുന്നു, ഞങ്ങളുടെ കൂടെ വരുമ്പോൾ അവർ അഴിമതിക്കാരാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട്. വിലക്കയറ്റം വർദ്ധിച്ചു, പിന്നെ ഗ്യാസിന്റെ വില വർദ്ധിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഗ്യാസിന്റെ വില വർദ്ധിച്ചു, ഗ്യാസിന് ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? 2014 നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഒരു കരിക്കിന്റെ വില 10 രൂപയാ. ഇന്നൊരു കരിക്കിന്റെ വില എന്താണെന്നറിയോ? 50 രൂപയാ. നിങ്ങൾ ഗ്യാസിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഗ്യാസിന്റെ കാര്യം മാത്രമാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പോക്കറ്റിൽ നിന്ന് ഈ ഗ്യാസിന്റെ സബ്സിഡി ആയിട്ട് വില കുറച്ചു കൊടുത്താൽ മറു പോക്കറ്റിലേക്ക്, അതായത് നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും പോക്കറ്റിലേക്ക് കോടികൾ അടിച്ചോണ്ട് പോയി. പക്ഷേ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? ആ സാധാരണക്കാരല്ലേ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്? ഈ രണ്ടക്കം എത്തണമെങ്കിൽ സാധാരണക്കാർ വോട്ട് ചെയ്യണമല്ലോ. അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർ സൂചിപ്പിച്ചത്. ആ സാധാരണക്കാരന് വെള്ളം കൊടുക്കാൻ ജൽ ജീവൻ പദ്ധതി കോടിക്കണക്കിന് രൂപ 12 കോടി ജനങ്ങൾക്ക് വീട്ടിൽ ടാപ്പ് വെച്ച് വെള്ളം കൊടുക്കാം. ഇവർ 50 കൊല്ലം ഭരിച്ചില്ലേ? എന്താ കൊടുക്കാഞ്ഞത്? എന്തേ 60 കൊല്ലം ഭരിച്ചില്ലേ കോൺഗ്രസ്? 5 കിലോ അരി ഇന്ത്യയിൽ 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നില്ലേ? കക്കൂസ് 30-40 കോടി ജനങ്ങൾക്ക് അക്കൗണ്ട്, ആ അക്കൗണ്ടിൽ പണം. മുദ്രാ ലോണ് കർഷകർക്ക് 6000 രൂപ വെച്ച് കഴിഞ്ഞ 5 വർഷം കൊടുത്തില്ലേ? ഞാൻ ഓരോന്ന് എണ്ണി പറയുമ്പോ അതിന് മറുപടി പറയാൻ ഇവർക്ക് കഴിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അഴിമതി എന്ന് പറയുന്ന ഒരു ആരോപണവും അഴിമതി എന്ന് പറയുന്ന ഒരു സാധനവും ഇല്ലാതെ ഭാരതം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ അംഗീകരിക്കണം. നിങ്ങളല്ലെന്ന് ഇപ്പൊ ജിൻഡോ അംഗീകരിക്കണ്ടോ ഇല്ലെന്ന് അറിയില്ല. ജിൻഡോന്റെ നേതാവല്ലേ പ്രേമേന്ദ്രൻ? ജിൻഡോന്റെ നേതാവാണല്ലോ കൊല്ലത്തെ പ്രേമേന്ദ്രൻ. നിങ്ങളുടെ പെർഫോമൻസ് മോശമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലേക്ക് താങ്കൾ വന്നില്ല. ശരി, ഞാൻ അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ അത് ഞാൻ പറഞ്ഞ നിയമസഭയല്ലല്ലോ ലോകസഭ. നിയമസഭയല്ല ലോകസഭ. എന്റെ ഒരു മിനിറ്റ്, നിയമസഭയല്ല ലോകസഭ. ലോകസഭ വേറെ, നിയമസഭ വേറെ. ലോകസഭയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലോകസഭയിലെ വോട്ട് നരേന്ദ്രമോദിക്കുള്ള വോട്ടാണ്. ലോകസഭയിലെ വോട്ട് നരേന്ദ്രമോദിക്കുള്ള വോട്ടാണ്. അത് നരേന്ദ്രമോദിക്കാണ്, അഴിമതിയില്ലാത്ത നരേന്ദ്രമോദിക്കാണ്. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും ഒരുപോലെ വിമർശിക്കുകയാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾ കാണിക്കുന്ന ഈ എതിർപ്പൊക്കെ വെറും നാടകമാണെന്ന് പറയുന്നു. നിങ്ങൾ കേരളത്തിന് പുറത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അപ്പോൾ രണ്ട് മുന്നണികളെയും കുടുംബാധിപത്യത്തിന്റെ പേരിൽ വിമർശിക്കുന്നു, അഴിമതിയുടെ പേരിൽ വിമർശിക്കുന്നു, തങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നത് പറയുന്നു. കുടുംബാധിപത്യത്തിന്റെ കാര്യത്തിലേക്ക് ഞാൻ എ സമ്പത്തിൽ നിന്നും കൂടി എനിക്ക് മറുപടി വേണം. ജിൻഡോ, വളരെ പെട്ടെന്ന്, നമുക്ക് സമയം കുറവാണ്. രേണുക, എനിക്കൊരു അല്പം സമയം തന്നെ, ഈ രണ്ടുപേരും ഒത്തിരി സമയം സംസാരിച്ചാൽ അപ്പോൾ എനിക്ക് അത്രയും സമയം കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ അവസാനം പറയാം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അഴിമതിക്കാരൊക്കെ BJPയോട് ഒപ്പം ചെല്ലുമ്പോൾ അഴിമതിക്കാരല്ലാതായി മാറുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് ഞാൻ ഉയർത്തിയത്. ആ ചോദ്യം അദ്ദേഹം തിരിച്ചെന്നോട് ചോദിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അടക്കം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ അടക്കം നേതൃത്വത്തിൽ സമരം ചെയ്തിട്ടുണ്ട്, മാർച്ച് നടത്തിയിട്ടുണ്ട്, അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ്. ഇപ്പോൾ അദ്ദേഹം അഴിമതിക്കാരനല്ലാതെ പോയി. എന്തുകൊണ്ട്? ഇനി നാരായൺ റാണ മഹാരാഷ്ട്രയിലെ, അദ്ദേഹത്തിനെതിരെ സമാനമായ ആരോപണം BJP ഉന്നയിച്ചിരുന്നു. BJPയോടൊപ്പം ചേർന്നപ്പോൾ അദ്ദേഹം മിടുക്കനായി. അജിത് പവാർ BJPയുടെ ഒപ്പമുള്ള സഖ്യ സർക്കാരിൽ വന്നപ്പോൾ അദ്ദേഹം മാന്യനായി. ബംഗാളിലെ സുവേന്ദു അധികാരി BJPയോടൊപ്പം വന്നപ്പോൾ അദ്ദേഹം മാന്യനായി. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന നേതാക്കന്മാർക്കെതിരെ ഇവർ ആരോപണം ഉന്നയിക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്യും. ഇവരോടൊപ്പം ചേരുമ്പോൾ മാന്യന്മാരാക്കി വൽക്കരിക്കുന്ന വിസ്മയം എന്താണെന്നുള്ളതിന്റെ ഉത്തരമാണ് എനിക്ക് കിട്ടേണ്ടത്. ഒന്നുകിൽ നിങ്ങളുടെ കൂടെ ആവുമ്പോൾ നിങ്ങൾ അവരുടെ അഴിമതിയൊക്കെ മൂടി വയ്ക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ടത്, നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണ് എടുക്കുന്നതെന്ന്. ഇനി അഴിമതിയെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ കൽക്കരി കുംഭകോണത്തെ കുറിച്ചിട്ട്
പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ട് ഓഡിറ്റ് പോലുമില്ല. ആരിൽ നിന്ന് പണം സ്വീകരിക്കുന്നു, ആർക്ക് കൊടുക്കുന്നു എന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് സുപ്രീം കോടതി ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. നോട്ട് നിരോധനം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ ആയിരുന്നു. നിങ്ങൾ കള്ളപ്പണം പിടിക്കാനാണെന്ന് പറഞ്ഞിട്ട് 1 രൂപയുടെ കള്ളപ്പണം പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. വിദേശത്തെ ബാങ്കുകളിലുള്ള കള്ളപ്പണം മുഴുവൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന്. അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇതൊന്നും ചെയ്യാത്ത ആളുകളാണ് അഴിമതിയെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി അദാനിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്മേൽ സെബിയുടെ അന്വേഷണം എന്തായി? അതിനെക്കുറിച്ച് ഇതേവരെ സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ അഭിപ്രായം പറയാം. പിന്നെ ഈ നിങ്ങൾ അഴിമതിയെ കുറിച്ച് ഒരുപാട് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകള് വീണ വിജയനെതിരുള്ള ED അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വന്ന അതിനെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം വരെ BJP നേതാക്കന്മാരോ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ ഒരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ. CPM-കാർ മിണ്ടാതിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ നേതാവിന്റെ മകളെ സംരക്ഷിക്കാനാണ്. BJP എന്തുകൊണ്ട് മൗനം പാലിച്ചു? പറയണ്ടേ നിങ്ങൾ? ഇനി അടുത്ത് നിങ്ങൾ വിലക്കയറ്റത്തെ കുറിച്ച് പറയുന്നു. നിങ്ങൾ ഗ്യാസിന്റെ വിലക്കയറ്റം കുഴപ്പമില്ല, കരിക്കിന് 10 രൂപയിൽ നിന്ന് 50 രൂപയായി, അതിൽ അഭിമാനിക്കുകയാണ് BJP-യുടെ നേതാവ്. വിലക്കയറ്റം നാട്ടിലുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരു BJP നേതാവിനെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. സമസ്ത മേഖലയിലും വിലക്കയറ്റത്തിന്റെ ഉത്തരവാദി കേന്ദ്ര സർക്കാരല്ലേ? അത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് പരാജയമല്ലേ നിങ്ങളുടെ? അതിന് നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ 80 കോടി ആളുകൾക്ക് 5 വർഷത്തേക്ക് അരി കൊടുക്കുമെന്ന്. 80 കോടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 60% ആളുകൾ, 60% ആളുകൾക്ക് മാസം 5 കിലോ അരി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ 60% ആളുകൾ ശ്രീ എ സമ്പത്ത്, തൃശൂരിൽ മോദി എത്തിയപ്പോൾ പിണറായി വിജയനെ വിമർശിക്കുന്ന തരത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്കൊക്കെ അദ്ദേഹം പോയി. ഇത്തവണ പരോക്ഷമായിട്ട് മാത്രമാണ് വിമർശനം. അത് കുടുംബാധിപത്യത്തിൽ ആണ്, അത് പരോക്ഷ വിമർശനമാണ്. അല്ല, എന്ത് തരത്തിലുള്ള വിമർശനങ്ങളുമാകട്ടെ, ആ വിമർശനങ്ങൾക്കെല്ലാം ജനങ്ങൾ അതിന് മറുപടി നൽകിക്കോളും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണല്ലോ, BJP-യും UDF-ഉം ഒരുമിച്ചായിരുന്നല്ലോ വേട്ട നടത്താനായി ഇറങ്ങിയത്. മാധ്യമങ്ങൾ സംഘടിതമായിട്ടാണല്ലോ വേട്ട നടത്താൻ ഇറങ്ങിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്കെതിരായി മാത്രമല്ല പ്രതിപക്ഷ കക്ഷികൾ മത്സരിക്കേണ്ടി വരുന്നത്. CBI-ക്കെതിരായിട്ടും മത്സരിക്കണം, ED-ക്കെതിരായിട്ടും മത്സരിക്കണം, ആദായ നികുതി വകുപ്പിനെതിരായി മത്സരിക്കണം, ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും എതിരായി മത്സരിക്കണം. പിന്നെ അതിർത്തി സംസ്ഥാനങ്ങളിൽ അവിടെയാണ് എങ്കിൽ നമ്മുടെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് നിലവിലുള്ള നിരവധി ജില്ലകളുണ്ട്. അവിടെയെല്ലാം വേണ്ടി വന്നാൽ ഈ സായുധ സേനാംഗങ്ങൾക്കുള്ള ചില പ്രത്യേക അവകാശങ്ങളും മൗലികാവകാശങ്ങളുടെ ലംഘനമുണ്ട്. അപ്പൊ അവർക്കെതിരായിട്ടും മത്സരിക്കണം. ഇതാണ് ഉള്ള അവസ്ഥ എന്നുള്ളത്. ഇത് ഇത്തരത്തിലുള്ളൊരു ഭീകരമായ അവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിന്നെ ഈ കുടുംബാധിപത്യം കോൺഗ്രസിനെതിരെ പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തെ കുടുംബാധിപത്യത്തിന്റെ പേരിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. മോദിയോട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വി ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നത്. കേട്ടില്ല, ചോദ്യം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ഇടതുപക്ഷം ഇവിടെ കാണിക്കുന്ന കുടുംബാധിപത്യം എന്നതാണ് എന്റെ സംശയം. കോൺഗ്രസ് ശരി. അപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ സുഹൃത്ത് ആവേശത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യം, എന്തുകൊണ്ടാണ് BJP-യിലേക്ക് അവർ വരുമ്പോൾ അഴിമതി കാണിക്കാത്തത്? എന്താണ് അവരുടെ അഴിമതി അങ്ങ് മാഞ്ഞു പോകുന്നത്? BJP-യുടെ കുടുംബം അഴിമതിയുടെ കുടുംബമല്ല. BJP-യുടെ നേതാക്കന്മാർ അതുകൊണ്ട് ജിൻഡോ സംസാരിക്കട്ടെ പ്ലീസ്. ജിൻഡോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. അപ്പോൾ ആ മര്യാദ കാണിക്കേ. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ജിൻഡോ പറഞ്ഞോളൂ. പിന്നെ എൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം, വിരോധമില്ല. ഇപ്പം ഞാൻ സംസാരിക്കട്ടെ. ജിൻഡോ അവരെന്ത് അഴിമതി വേണമെങ്കിൽ നടത്തിക്കോട്ടെ. ആ നടത്തിയത് നിങ്ങളുടെ കാലത്താ, ഞങ്ങളുടെ കാലത്തല്ല. അവരഴിമതി നടത്തി. ഇന്ന് ഞങ്ങളുടെ കൂടെ മുഖ്യമന്ത്രിയായിട്ട് വന്നു. ഇന്ന് മുഖ്യമന്ത്രിയാണ് ആസാമിന്റെ. അദ്ദേഹം അഴിമതി നടത്തുന്നുണ്ടെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേ. ഞാൻ ചോദിക്കട്ടെ, PM കെയറിനെ കുറിച്ച് നിങ്ങൾ 2 പ്രാവശ്യം സംസാരിച്ചില്ലേ? നിങ്ങൾ സുപ്രീം കോടതി പോയതല്ലേ PM കെയറിന്റെ കാര്യം പറഞ്ഞിട്ട്? സുപ്രീം കോടതി അത് എടുത്ത് കൊട്ടയിലിട്ടതല്ലേ? നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു കാര്യം കോൺഗ്രസ്, ഈ നാട്ടിലെ കോൺഗ്രസ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തോ? ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞോ? ഏതെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ സമരം ചെയ്തോ? നിങ്ങൾക്ക് എന്തേ ഇവിടെ തൊഴിലില്ല? സമരം ചെയ്യേ. നിങ്ങൾ വിലക്കയറ്റോ? സമരം ചെയ്യേ. വിലക്കയറ്റം ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ നേരത്തെ പറഞ്ഞു. എനിക്ക് വളരെ വിഷമം തോന്നി ജിൻഡോനെ പോലെ ഒരാളത് പറയുമ്പോൾ. കാരണം കുറച്ച് പഠിച്ചു പറയുന്ന ആളല്ലേ. സപ്ലൈകോയ്ക്ക് കേരളത്തിൽ അരി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാ?
നിങ്ങൾ എവിടുന്ന് കണ്ടിട ഈ വർത്താനം പറയണേ? രേണുക, റേഷൻ എനിക്ക് കടക്കാണ് പറയാനുണ്ട്. രേണുക, സമയമുണ്ടോ? റേഷൻ പറഞ്ഞോളൂ, സമയം നമ്മുടെ തീരെയാണ്. ഇടപെട്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞോ, എന്താണ് ജിൻഡോ? രേണുക, ഞാൻ പറയുന്നത് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എംപിമാരെ സസ്പെൻഡ് ചെയ്ത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സമരം ചെയ്തോളാം. കേരളത്തിലെ എംപിമാരെ എന്താണ് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്? നിങ്ങൾ സമരം ചെയ്തോളം പറഞ്ഞില്ലേ? ശരി, എന്റെ സമയം പൂർണ്ണമായിട്ട് അവസാനിക്കുന്നതാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ, ശ്രീ എ സമ്പത്ത്, ശ്രീ ജിൻഡോ ജോൺ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും വലിയ വലിയ സ്വപ്നങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്. എന്താകും ഫലം എന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. വളരെ നന്ദി എല്ലാ അതിഥികൾക്കും. അന്ത്യചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം. भविष्य